ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ക്രേസി വൈബ്സ് വിത്ത് സൂര്യ. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ഇന്ന് നമ്മളെല്ലാവരും കൂടെ എവിടെ പോകാമെന്നല്ലേ? ഇന്ന് നമ്മൾ എല്ലാവരും എന്ന് പറയാൻ ഇന്ന് അമ്മയില്ല കേട്ടോ. അമ്മയ്ക്ക് എക്സ്ട്രാ 2-3 ഫങ്ഷൻസ് ഉള്ളത് കൊണ്ട് അമ്മ ഇന്ന് ഈ ട്രിപ്പിനില്ല. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ കൂടിയിട്ടാണ് പോകുന്നത്. സത്യത്തിൽ നമ്മൾ പോകുന്നത് ഇലവീഴ പൂഞ്ചിറയിലോട്ടാണ് കേട്ടോ. പക്ഷേ നമുക്ക് പോകുന്ന വഴിക്ക് ഒരു ഫാമിലി ഫ്രണ്ടിൻ്റെ വീട്ടിൽ കയറാനുണ്ട്. കാരണം അവർ കുറച്ച് നാളായിട്ട് അവരുടെ ഹൗസ് വാമിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് കുറച്ച് ദിവസമായി. പക്ഷെ നമുക്ക് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും ഈ പ്രാവശ്യം അവിടെയൊക്കെ പോകുന്നുണ്ട്. അങ്ങനെ ഒരു ഫംഗ്ഷൻ്റെ ഇടയ്ക്ക് അല്ലെങ്കിൽ കുറച്ച് പരിപാടീസ് ഒക്കെ ഉണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഒരു 2-3 ഇടത്ത് കയറി അങ്ങനെയൊക്കെ കൊടുത്തും കാര്യങ്ങളൊക്കെ കണ്ടും കേട്ടും ഒക്കെ പോവാണ് കേട്ടോ. അപ്പോൾ നമ്മളിപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങി സമയം ഏകദേശം ഒരു 10-11 മണി ആയിട്ടുണ്ട്. 10-10:30 ആയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഫുഡൊന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ എവിടെന്നെങ്കിലും കയറിയിട്ട് എന്തെങ്കിലും കഴിക്കണം, എന്നിട്ട് പതിയെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിക്കാം. എന്തായാലും വിശപ്പ് മൂത്തപ്പോൾ നമ്മൾ നല്ലൊരു സൈഡിൽ ഒരു സ്പോട്ട് കണ്ടു കേട്ടോ. നന്ദകേഷ് വെജിറ്റേറിയൻ ആൻഡ് നോൺ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് എന്ന് എന്തോ എഴുതിയേക്കുന്ന കണ്ടു. സംഭവം എന്തായാലും നമ്മളെല്ലാവരും കൂടെ ചാടി കയറി കേട്ടോ. കാരണം രാവിലെ കഴിക്കേണ്ട സമയമൊക്കെ കഴിഞ്ഞല്ലോ. എന്തായാലും ഞാനൊരു നെയ്യ് റോസ്റ്റും പിന്നെ കുറച്ച് ഒരു ബ്രൂ കോഫിയും പറഞ്ഞു. എക്സ്ട്രാ അവരെന്താ പറഞ്ഞത്, അനന്തോ എനിക്ക് തോന്നുന്നു ചപ്പാത്തിയാണെന്ന് തോന്നുന്നു പറഞ്ഞ, ചപ്പാത്തിയും ബീഫ് കറിയൊക്കെ പറഞ്ഞു. സത്യം പറയാമല്ലോ, ഞാൻ എൻ്റെ ലൈഫിൽ ഇത്രയും നല്ല ബീഫ് റോസ്റ്റ് കഴിച്ചിട്ടില്ല. എന്തൊരു ടേസ്റ്റായിരുന്നെന്നറിയാം. ഭയങ്കര ടേസ്റ്റുള്ള ബീഫ് റോസ്റ്റ്. എനിക്കാണെങ്കിൽ ഇങ്ങ് ചോദിക്കാൻ ഇങ്ങനെ വിതുമ്പായിരുന്നു, ചേട്ടാ ഇതിൻ്റെ റെസിപ്പി ഒന്ന് പറഞ്ഞു തരുമോയെന്ന്. എൻ്റെ പൊന്നോ, അങ്ങനെ ഭയങ്കര മസാലയൊന്നും അല്ല, എനിക്കറിയില്ല. അതിന് ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ. ഞാൻ ആ നെയ് റോസ്റ്റിൻ്റെ കൂടെ വരെ കഴിക്കുന്നുണ്ട്. അപ്പം നിങ്ങളൊന്ന് ഊഹിച്ച് നോക്ക്. കാരണം നമുക്ക് അത്രയും ചട്നിയും കറിയും ഉണ്ടായിട്ട് ബീഫ് റോസ്റ്റ് ഇല്ലാതെ തന്നെ കഴിക്കാവുന്നതല്ലേ ഉള്ളൂ. ഞാൻ അവിടുന്ന് വാങ്ങിയിട്ടത് കഴിക്കുമായിരുന്നു. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പം നമ്മൾ എന്തായാലും മുമ്പേ പറഞ്ഞില്ലേ, നമ്മൾ എന്തായാലും ഒരു ഫാമിലി ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോകണം. അപ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കൊടുക്കണമല്ലോ. മീൻസ് നമുക്കല്ലെങ്കിൽ മനസ്സിനൊരു സന്തോഷം കിട്ടത്തില്ലല്ലോ. അവർക്കൊരു ഗിഫ്റ്റൊക്കെ ആയിട്ട് പോകുമ്പോൾ നമുക്കൊരു ഹാപ്പിനെസ്, അത്രയേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ കുറേ നോക്കി കേട്ടോ. ഇവിടെ അങ്ങനെ വലിയ കളക്ഷൻസ് എന്ന് പറയാൻ ഒത്തിരി കളക്ഷൻസ് ഉണ്ട്. പക്ഷേ നമ്മൾ ഈ ഷോക്കേഴ്സിലൊക്കെ വെക്കുന്ന ഐറ്റംസാണ് കൂടുതലും ഉണ്ടായിരുന്നത്. ഫോട്ടോ ഫ്രെയിംസൊക്കെ ഓൾറെഡി അവരുടെ വീട്ടിൽ എന്തായാലും അതെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടാവും എന്ന് നമുക്കറിയായിരുന്നു. അപ്പോൾ നമ്മൾ അതുകൊണ്ട് അങ്ങനെ ഫ്രെയിം ഒന്നും നോക്കിയില്ല. ലൈക്ക് ഒരു ക്ലോക്ക് വല്ലതും വാങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ നല്ലൊരു ക്ലോക്കൊക്കെ വാങ്ങി. പിന്നെ ഞാൻ അവിടുന്ന് ആ സൈഡിലത് ഈ ഒരു 2-3 ക്ലിപ്പിൻ്റെ ചെറിയ ക്ലിപ്സ് ഇല്ലേ, അതിനൈറ്റത്തിൽ നിന്ന് ആ പിങ്കും ബ്ലാക്കും കൂടെ നോക്കിയിട്ടോ. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. 18.5 രൂപയോ അങ്ങനെ നമ്മൾ എഴുതി വെച്ചേക്കുന്നുണ്ട്. എന്തായാലും അത് വാങ്ങി. അത് കഴിഞ്ഞ് നമ്മൾ കുന്നും മലയെല്ലാം താണ്ടി നമ്മൾ ഫൈനൽ ഡെസ്റ്റിനേഷനിലെത്തി. നമ്മൾ ചിഞ്ചി ചേച്ചിയുടെ വീട്ടിലെത്തി കേട്ടോ. ചിഞ്ചി ചേച്ചി മമ്മിയും കൂടെ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. ഞങ്ങൾ ഫോൺ വിളിച്ചിട്ട് എവിടാ ആൻറ്റി, ഞങ്ങൾ എത്താറായിരുന്നു ഞങ്ങൾ പുള്ളിക്കാരിയോട് ചോദിക്കുമായിരുന്നു. കാരണം ലൊക്കേഷനൊന്നും അങ്ങനെ കറക്റ്റായിട്ട് സെറ്റാവുന്നില്ലായിരുന്നു ഇട്ടിട്ട്. അങ്ങനെ എന്തായാലും നമ്മൾ വീട്ടിലെത്തി. ഇതാണ് കേട്ടോ അവർ പുതുതായിട്ട് വെച്ച വീട്. നല്ല വീടാണ് കേട്ടോ. കൊച്ചു വീടാണ്. കൊച്ചു വീടെന്ന് മീൻസ് അങ്ങനെയല്ല, അത് വലിയ വീടാണ് എൻ്റെ സങ്കല്പത്തിൽ. മീൻസ് എന്നാൽ ഞാൻ പറഞ്ഞത് മുറിയൊക്കെ ആണെങ്കിലും അത്യാവശ്യം കുഞ്ഞു അടുക്കളയൊക്കെയാണ്. അത് തന്നെ ധാരാളം. എനിക്കങ്ങനെ വലിയ അടുക്കള ഇഷ്ടമല്ല. ഭയങ്കരമായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടു നടക്കാൻ ഭയങ്കര പാടല്ലേ. നല്ലപോലെ കഴിച്ചു. എനിക്കിത്ര മതി, ഞാൻ എടുക്കാം. അങ്ങനെ നമ്മൾ ചിഞ്ചു ചേച്ചിയുടെ വീട്ടിൽ കയറിയിട്ട് എൻ്റെ ദൈവമേ, വയറിൽ ഇനിയും ഒരു സൂചി കുത്താനുള്ള സ്ഥലം ഉണ്ടോയെന്ന് അറിയില്ല. ആൻറ്റി ഫുള്ള് തീറ്റിപ്പിച്ചിട്ട് വിടുന്നൊരു ടൈപ്പാണ് കേട്ടോ. ഇത് കഴിക്കുക, അത് കഴിക്കുക, പോർക്ക് റോസ്റ്റ്, ചിക്കൻ ഫ്രൈ, ബീഫ് റോസ്റ്റ്. എനിക്കാണെങ്കിൽ കഴിച്ച് ഞാനിങ്ങ് മടുത്തു. കാരണം ഇട്ട സാധനം നമ്മൾ കൊണ്ടുപോയി വേസ്റ്റിൽ കളയാനും പറ്റത്തില്ലല്ലോ. എന്നിട്ടും എനിക്ക് അധികം ഉണ്ടായിരുന്നു കേട്ടോ. മമ്മി ഒത്തിരി ഫുഡ് ഉണ്ടാക്കി വെച്ചു. ഇനിയിപ്പം മമ്മിക്ക് അധികം ഈ പറഞ്ഞ പോലെ നോൺ വെജ് ഐറ്റംസാണ് കൂടുതൽ ഉണ്ടാക്കാൻ അറിയാവുന്നത്, വെജ് അത്ര അറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ വരുമ്പോൾ എന്തായാലും അമ്മി ഓൾറെഡി ഇങ്ങോട്ട് പറഞ്ഞു എനിക്ക് അവിയൽ സാമ്പാറും ഒക്കെ ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ ഇവിടെ വരുമ്പം എന്തായാലും നല്ലൊരു നോൺ വെജ് വെജിറ്റേറിയൻ സദ്യ കൊടുക്കണം എന്ന് വിചാരിക്കുകയാണേ. അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മളൊരു കോൺ ഐസ്ക്രീം ഒക്കെ മേടിച്ചിട്ട് നമ്മൾ നമ്മുടെ
ആഹാ കുറേ നാളത്തെ എൻ്റെ പ്ലാൻ അല്ലെങ്കിൽ എൻ്റെ കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു ഇവിടെ പോകണമെന്ന്. സത്യത്തിൽ ഇവിടെ പോകുന്നതിലൊരു മടി കാണിച്ച് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഈ കയറ്റം ഒന്നും അത്ര നടന്ന് കയറാൻ പറ്റത്തില്ല. എന്നെ പെട്ടെന്ന് കിതയ്ക്കും. അങ്ങനെ നിന്ന് പോകുന്നൊരു സംഭവം ഉണ്ട് കേട്ടോ. പക്ഷേ അങ്ങനെ എനിക്ക് ശ്വാസം മുട്ടലൊന്നും ഇല്ല. ഞാനിനി നടക്കാത്തതുകൊണ്ടായിരിക്കും, അറിയാൻ വയ്യ. എന്തായാലും അങ്ങനെ ഒരു പ്രശ്നമുണ്ട് കേട്ടോ. പക്ഷേ ഇവിടെ വന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. പക്ഷെ നമ്മൾ വന്ന ടൈമില്ലേ, നമ്മളൊരു മഴയൊക്കെ ഉള്ള ടൈം, ആ ഒരു സീസണില്ലേ, ഒരു നവംബർ, ഡിസംബർ, ജൂൺ, ജൂലൈ ആ മാസമൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര രസമായിരിക്കും ഇവിടെയൊക്കെ കാണാൻ. ഇപ്പോൾ കുറച്ച് വെയിലൊക്കെ ഉള്ളത് കൊണ്ടേ നമ്മൾ പക്ഷെ പോയത് വൈകിട്ടാണ്. എന്നാലും ചൂടുണ്ടല്ലോ, നിങ്ങൾക്ക് അറിയാമല്ലോ ഇപ്പോഴത്തെ ഒരു ക്ലൈമറ്റും വെതറൊക്കെ. അപ്പോൾ ആ ഒരു ചൂടിൻ്റെ പ്രശ്നം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയെല്ലാം നല്ല രസമായിരുന്നു കേട്ടോ കാണാൻ. ഇത് കണ്ടോ? അപ്പോൾ അവിടെ താഴെയൊക്കെ എന്തോ ഭയങ്കര എന്താ പറയുക, തീ പിടിക്കുന്നുണ്ടായിരുന്നു. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ സ്മോക്ക് ചെയ്തിട്ട് സിഗരറ്റൊക്കെ വലിച്ചെറിയുന്നത്. ഭയങ്കര കാറ്റല്ലേ അവിടെ, അങ്ങനെ ഭയങ്കരമായിട്ട് പെട്ടെന്ന് തീപ്പൊരി ഉണ്ടായിട്ട് അങ്ങ് സ്പ്രെഡാവും കേട്ടോ. അപ്പോൾ അവരെന്താ ചെയ്യുന്നതെന്നറിയോ, താഴേന്ന് ഇങ്ങനെയെങ്കിലും തീ വന്നു കഴിഞ്ഞാൽ അവർ ഏറ്റവും ടോപ്പിൽ പോയിട്ട് അത് കണക്ട് ചെയ്യാൻ അവർക്കൊരു ഗസ് ഉണ്ട്, അത് എങ്ങോട്ടോ ഒന്ന് കൂട്ടിമുട്ടുമെന്ന്. അപ്പോൾ അവർ മേളിൽ നിന്നും തീയിട്ട് വിടും. അപ്പോൾ ഇത് രണ്ടും കൂടെ വന്നിട്ട് കൂട്ടിമുട്ടി അവിടെ വെച്ച് സ്റ്റോപ്പാവുമെന്ന് അവർ പറയുന്നത്. അവരങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ദേ ആ കാണുന്നതാണ് കേട്ടോ ഇലവീഴ പൂഞ്ചിറ. അതായത് ഒരില പോലും ആ ലേക്കിലില്ല, മീൻസ് അതിനകത്തില്ല. കാറ്റ് കാരണം ഫുൾ എടുത്തിട്ട് പോകും. അതാണ് അതിൻ്റെ ഒരു പുറകിലുള്ളൊരു സ്റ്റോറി കേട്ടോ. രസമായിരുന്നു കാണാനൊക്കെ, ഭയങ്കര കാറ്റും. എനിക്ക് അത്ഭുതം തോന്നിയത് എന്താണെന്നറിയോ, അതായത് 5 മണി, 4:45 ആ സമയത്ത് നല്ല വെയിലുണ്ടായിരുന്നു. പക്ഷെ ആ സമയത്ത് നമ്മൾ ചെന്നിട്ടും നല്ല തണുത്ത കാറ്റടിക്കുമായിരുന്നു. ഭയങ്കരമായിട്ട് കൂളായി നമ്മളിങ്ങനെ ചില്ല് ചെയ്ത് പോകാൻ പറ്റുന്നുണ്ടായിരുന്നു കേട്ടോ. ഇഷ്ടപ്പെട്ടോ? എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. താഴെ വീണേനെ. അഡോണിസിനെ പിന്നെ നിങ്ങൾക്ക് അറിയാലോ, അവനെ ഇങ്ങനെ കാണാൻ ഒരു പ്ലേസിൽ കൊണ്ടുവന്നിട്ട് നമ്മൾ വെറുതെ ഒന്ന് വിട്ടാൽ മതി. ബാക്കി പുള്ളിക്കാരൻ ചാടി ഓടി മറിഞ്ഞങ്ങ് പൊക്കോളും. എന്തായാലും അവിടെ കുറേ നേരം അവൻ എൻജോയ് ചെയ്തു കേട്ടോ. അവൻ ഇങ്ങനത്തെയൊക്കെ ഈ മലയും കുന്നുമൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്കും ഭയങ്കര ഇഷ്ടമാണ്. എനിക്കങ്ങനെ ബീച്ച് ലവർ ഒന്നും അല്ല ഞാൻ. എനിക്ക് ബീച്ച് ഇഷ്ടമാണ്, കുഴപ്പമില്ല. പക്ഷെ ഒരു പരിധി കൂടുതലൊന്നും എനിക്ക് ആ ഉപ്പ് കാറ്റൊന്നും അടിച്ച് നിൽക്കുന്നത് ഭയങ്കര ഇഷ്ടമല്ല. എനിക്ക് ഇതുപോലെ മലയും കുന്നുമൊക്കെ കയറി പോകാനാണ് ഇഷ്ടം. പിന്നെ ഇവിടെ ഒരു ബ്ലെസ്സിങ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം നല്ലൊരു ടൂറിസ്റ്റ് പ്ലേസ് ആണല്ലോ ഇത്. സോ നമുക്ക് ഈ നടക്കാൻ വയ്യാത്ത ആൾക്കാരൊക്കെ ആണെങ്കിൽ പോലും നമുക്ക് ജീപ്പ് സൗകര്യം ഉണ്ട് കേട്ടോ. ജീപ്പിൽ മുകളിൽ കൊണ്ടാക്കും അവർ. നമ്മൾ എൻജോയ് ചെയ്തിട്ടെല്ലാം വരുന്നിടം വരെ വെയിറ്റ് ചെയ്യും. നമുക്ക് പിന്നെ ആ ജീപ്പിൽ തന്നെ നമ്മൾ ഇറങ്ങി വന്ന സ്പോട്ടിൽ നമ്മളെ കൊണ്ടാക്കി തരും. അതൊരു ഭയങ്കര നല്ലതാണ് കേട്ടോ. മീൻസ് ഈ മലമുകളിലൊക്കെ കയറി പോകണം എന്ന് ആഗ്രഹമുള്ളവർ കാണും. പക്ഷേ ഇത്രയും കയറ്റമൊക്കെ തേര് കയറി അങ്ങ് പോകുന്നത് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ എനിക്കൊന്ന് എൻ്റെ അമ്മയൊക്കെ കൊണ്ടുവന്നായിരുന്നെങ്കിൽ ആ ജീപ്പേ ശരണം. ഞങ്ങൾ ജീപ്പിലല്ല കേട്ടോ പോയേ. അതെന്താണെന്നറിയോ, ഇത്രേ നമ്മൾ ഈ നടന്ന് കയറി കിതച്ച് അതിൻ്റെ മണ്ടയിൽ ചെന്നിട്ടൊരു കാണുമ്പം നമുക്ക് ആ ഒരു വ്യൂ കാണുമ്പോൾ ഒരു ഭയങ്കര ഒരു സന്തോഷം തോന്നത്തില്ലേ, അത്. അപ്പോൾ അത് ഞാൻ ആ ഒരു പാറയുടെ സൈഡിൽ നിന്നപ്പോൾ എനിക്ക് ആദ്യം തോന്നി ഇത് പാമ്പാണെന്ന് കേട്ടോ. പിന്നെ ഞാൻ മൊബൈലിൻ്റെ ഫ്ലാഷൊക്കെ നോക്കിയപ്പോൾ നമ്മുടെ ഇഗ്വാന പോലൊരു സംഭവമില്ലേ, ഭയങ്കരമായിട്ട് അതിന് ടെയിൽ ഒത്തിരി ഉണ്ടടാ. എന്ന് വെച്ചാൽ ഇങ്ങനെ നീളത്തിൽ കിടക്കുമായിരുന്നു. ആദ്യം പാമ്പാണെന്നാണ് ഞാൻ വിചാരിച്ചത്, പക്ഷേ പാമ്പല്ലായിരുന്നു കേട്ടോ. അത് അനങ്ങാതെ അവിടെ തന്നെ ഇരിക്കുമായിരുന്നു. അതിനെ കുറേ നേരം ഞാൻ നോക്കി നിന്ന് കേട്ടോ. ഒത്തിരി ടെയിലുള്ളൊരു സാധനം. നമ്മുടെ വീട്ടിലൊക്കെ വരുന്ന ഓന്തും അരണ അതൊക്കെ നമുക്ക് അറിയാമല്ലോ, നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. ഇത് പക്ഷെ ഒരുപാട് വാലുണ്ട്. ഇനി കാട്ടിലെ ഓന്തൊക്കെ ആയോണ്ടാണോ ഇങ്ങനെ എനിക്കറിയില്ല. നടന്നാലോ?
ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് 3 സ്പോട്ടിൽ പോകാം. ഒന്ന് ഇലവീഴ പൂഞ്ചിറ ആ ലേക്കിലും പോകാം. നെക്സ്റ്റ് വന്നിട്ട് ഒരു ബ്രിഡ്ജുണ്ട്, അവിടെ പോകാം. നെക്സ്റ്റ് ഒരു ഗുഹ പോലെയുണ്ട് അവിടെ. പിന്നെ ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള സ്പോട്ട് കയറി പോകാം കേട്ടോ. അങ്ങനെ ഒത്തിരി സ്ഥലങ്ങളുണ്ട്. നമ്മൾ ആദ്യം പോയത് ഈ ഒരു പാറയുടെ മണ്ടയിലാണ് കേട്ടോ. ഇത് അത്യാവശ്യം നല്ല ഹൈറ്റിലാണ്. നമുക്ക് ഫോണിൽ അത് എത്രമാത്രം മനസ്സിലാവുമെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. ഒരു പുള്ളിക്കാരൻ വന്ന് അവിടെ തനിയെ ഇരിപ്പുണ്ടായിരുന്നു ഏകാന്തമായിട്ട്. എന്തായാലും രസമാണ് ഇങ്ങനെയൊക്കെ. കണ്ടോ, ഇതുപോലെ കുറേ മലയുണ്ട്. ഇവിടെയൊക്കെ നമുക്ക് പോകാവുന്നതാണ് കേട്ടോ. ഈ കാണിക്കുന്നതെല്ലാം ഇതാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് ജീപ്പ് സൗകര്യം ഉണ്ടെന്നുള്ള കാര്യം. അങ്ങനെ മുകളിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാനും കുടിക്കാനും എല്ലാം ഉണ്ട് കേട്ടോ. ആരും പേടിക്കണ്ട, വെള്ളം കിട്ടാതൊന്നും ഇരിക്കത്തില്ല. നമ്മൾ പക്ഷേ വെള്ളമൊന്നും നമുക്ക് ദാഹിച്ചൊന്നുമില്ല. ഞങ്ങൾ ഒരു ഐസ്ക്രീം ഒക്കെ വാങ്ങിച്ച് ചില്ലിയതാണ് പോയത്. എല്ലാവർക്കും അവിടെ നിന്നിട്ട് ഒരു ഐസ്ക്രീം ഒക്കെ കഴിക്കാൻ ഒരു പ്രത്യേക രസമാണല്ലോ. നമ്മൾ ചുമ്മാ വീട്ടിൽ കൊണ്ടുപോയി വെച്ച് കഴിക്കുന്ന പോലെ അല്ലല്ലോ. ഇത് നമ്മൾ അതിൻ്റെ ഏറ്റവും ടോപ്പിൽ ചെന്ന് കഴിഞ്ഞിട്ട് കാണാൻ പറ്റുന്ന ഒരു വ്യൂ ആണ് കേട്ടോ. ഭയങ്കര താഴെ. എനിക്ക് തോന്നുന്നു അനന്തമൊക്കെ പറഞ്ഞത് നൈറ്റ് വരുവാണെങ്കിലേ, അത്യാവശ്യം സന്ധ്യ ആ ഒരു ടൈമിൽ വരുവാണെന്നുണ്ടെങ്കിൽ താഴെയെല്ലാം ഭയങ്കരമായിട്ട് ഇങ്ങനെ ലൈറ്റ്സൊക്കെ കത്തിയിട്ട്, മീൻസ് വീടുകളിലെയും അങ്ങനെ എല്ലാം ബൾബെല്ലാം കത്തിക്കിടക്കുമല്ലോ. അപ്പോൾ ഏറ്റവും ടോപ്പിൽ നിന്ന് കാണാൻ ഭയങ്കര രസമാണ്. പിന്നെ ഈ സ്പോട്ട് നിങ്ങൾക്ക് അറിയാമായിരിക്കും, നമ്മൾ മൂവീസിലൊക്കെ കണ്ടിട്ടുള്ളതാണല്ലോ. ഇത് രസമാണ് കേട്ടോ ഇവിടെ വന്ന് നിന്നിട്ട് കുറച്ച് നേരം ഇരിക്കാൻ. പിന്നെ എനിക്ക് തോന്നുന്നു ഒറ്റയ്ക്ക് വരാൻ ഇഷ്ടമുള്ളവർ കാണും. ഇവിടെ എപ്പോഴും ആൾക്കാരുണ്ട്. അതുകൊണ്ട് പിന്നെ എനിക്ക് തോന്നുന്നു ഗേൾസിനൊക്കെ ആണെങ്കിലും സേഫായിട്ട് വരാം. പക്ഷേ നമ്മൾ നമ്മുടെ ഒരു സേഫ്റ്റി നോക്കി നല്ല സ്പോട്ടൊക്കെ നോക്കി നിൽക്കുക, അത്രയേ ഉള്ളൂ. പിന്നെ റേഞ്ച് ഒന്നും കാണത്തില്ല കേട്ടോ ഫോണിൽ. എനിക്ക് റേഞ്ച് ഉണ്ടായിരുന്നില്ല. അപ്പോൾ റേഞ്ചിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ട് അവിടെ. പിന്നെ കുറേ പട്ടമൊക്കെ പറത്തി ഇവിടെ കുറേ കുട്ടിമണീസ് അതുവഴി നടപ്പുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ഇലവീഴ പൂഞ്ചിറയിൽ ഇറങ്ങി കേട്ടോ. കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ട് നേരെ അൽഫോൺസാമ്മയുടെ ചർച്ചിൽ വന്നു. അപ്പം ഞാനിവിടെ വരുമ്പോൾ ഇവിടെ വരാറുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. അപ്പോൾ ഒരു പുതുമയുള്ള കാര്യമല്ലിത്. അപ്പോൾ ഇവിടെ വന്നു, പ്രാർത്ഥിച്ചു, കുറച്ച് നേരം അവിടെ ഇരുന്നു സമാധാനമായിട്ട്. അതെല്ലാം കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു കുർബാനയുടെ സമയമായിരുന്നു. പക്ഷെ നമുക്ക് അതൊന്നും ഇരിക്കാൻ പറ്റിയില്ല, കാരണം തിരിച്ച് വീട്ടിലെത്തണമല്ലോ. അപ്പോൾ അതായിരുന്നു ഇന്നത്തെ ഒരു ഹോൾ ഡേ വിശേഷങ്ങൾ. ഞാൻ കുറേ നാളായിട്ട് വിചാരിക്കാടാ ഇല്ലിക്കക്കല്ലും ഈ പറഞ്ഞ പോലെ ഇലവീഴ പൂഞ്ചിറയും പോകണം എന്നുള്ളത്. അതിൽ ഒരെണ്ണം സാധിച്ചു. അങ്ങനെ നമ്മൾ ചർച്ചയിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ട് ഫുഡ് കഴിച്ചു. എല്ലാവരും നന്നായിട്ട് വിശന്ന് നല്ല ടയേർഡായിരുന്നു. കാരണം ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ നടന്നാണ് പോയത്. പിന്നെ ഇതൊരു മസ്റ്റ് വ്യൂ അല്ലെങ്കിൽ മസ്റ്റായിട്ടും നിങ്ങൾ ട്രാവൽ ചെയ്യണം, പോയി കാണേണ്ടതാണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല. ബട്ട് ഇറ്റ്സ് ഡിപ്പെൻസ്. എനിക്ക് ഭയങ്കരമായിട്ട് പേഴ്സണലി ഇഷ്ടപ്പെട്ടു. നല്ല വൈബ് ഉണ്ടായിരുന്നു. എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു അവിടെ പോകണം എന്നുള്ളത്. അതെ, അപ്പോൾ അത് സാധിച്ചു. അപ്പോൾ കുറേ വീഡിയോസൊന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല, ഫോണിൽ ചാർജ് ഇല്ലാത്തതുകൊണ്ട്. സോ ഒരു ഫാമിലി ആയിട്ട് അല്ലെങ്കിൽ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ജസ്റ്റ് ഒരു 1 ഡേ ട്രിപ്പ് പോലെയൊക്കെ പോയിട്ട് വരാൻ പറ്റുന്ന നല്ലൊരു സ്പോട്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. സോ ബൈ.